ശ്രീദേവി, ഊണ് കഴിക്കേ. എനിക്ക് വേണ്ട. ആഹാരത്തിനോട് വേണോ ദേഷ്യം? കഴിക്കുന്നേ. ഇവിടെ ആർക്കും ഇല്ലാത്ത സഹതാപം നിനക്ക് ഇവളോട് വേണ്ട. ഇറങ്ങടി പുറത്ത്. നാട്ടിൽ എനിക്ക് വന്ന കല്യാണങ്ങൾ ഏട്ടനായിട്ട് മുടക്കിയപ്പോഴും മുഖം കറുപ്പിച്ച ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു തുള്ളി കണ്ണീരൊഴുക്കിയിട്ടില്ല. അപ്പോഴും ഉള്ളിലെ വേദന ഏട്ടനെ അറിയിക്കാതിരിക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. ഒരു പെണ്ണിന്റെ മനസ്സിന് മോഹം കൊടുത്തിട്ട് മഹാപാവമാണ്. എന്തിനാ ഇങ്ങനെ പെൺകുട്ടികളുടെ ശാപം വാങ്ങി കൂട്ടുന്നത്? ആരോരും ഇല്ലാത്ത പെൺകുട്ടിയെ അവര് കൊല്ലാക്കൊല്ല ചെയ്യാ. ഒരു പിടി ചോറ് പോലും കൊടുക്കാൻ ആ രാക്ഷസി സമ്മതിച്ചില്ല. സ്നേഹം തന്നവരെയൊക്കെ മറക്കുന്ന വിദ്യ എന്റെ ഏട്ടൻ എന്നാ പഠിച്ചത്? നിങ്ങൾ തമ്പുരാട്ടിമാരെ പോലെ വേദനയും നൊമ്പരങ്ങളും ഉള്ളവള് തന്നെ ഇവളും. ഇനി ഇവിടെ തൊട്ടാലുണ്ടല്ലോ. വേണ്ട, ശോഭിച്ച് ശബ്ദമുണ്ടാക്കി പണിക്കാരെ കൂട്ടണ്ട. നാണക്കേട് നിനക്ക് തന്നെ. വെച്ച് നീട്ടിയ സൗഭാഗ്യങ്ങളൊന്നും എനിക്ക് വേണ്ട. എല്ലാ ഔദാര്യങ്ങൾക്കും നന്ദി. നീ എവിടെ പോകുന്നു? നീ അവളെ കൊണ്ട് എവിടെ പോകുന്നത്? എന്താ ഇത്? ക്ഷമിക്കണം സാർ, പരമാവധി ഞാൻ സഹിച്ചു. ഇനി വയ്യ. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു ദരിദ്രനാ ഞാൻ. എന്നാലും അർഹതയില്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. അപ്പൊ ഇത്രയും കാലത്താ ഞങ്ങളൊക്കെ വിഡ്ഢികളാക്കുമായിരുന്നല്ലേ? അല്ല സാർ, ഞാനൊരു വിഡ്ഢി ആകാതിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നിങ്ങളുടെ കൊച്ചുമകൾക്ക് വേണ്ടത് ഒരു ഭർത്താവിനെ അല്ല, അവളുടെ പാദസേവ ചെയ്യുന്ന ഒരു ഭൃത്യനെയാണ്. അനുസരിപ്പിക്കലും ആജ്ഞാപിക്കലും ഒന്നും ഇനി വേണ്ട. അശോക, നീ ആരോടാണ് സംസാരിക്കുന്ന ഓർമ്മയുണ്ടോ? കഴിഞ്ഞതൊന്നും മറക്കരുത്. പണ്ട് അമ്മയുടെ താലിമാലയെ മോഷ്ടിച്ച് നാട് വിട്ട അമ്മാവന് പെങ്ങളോട് തോന്നിയ സഹതാപം മാത്രമാണ് ഈ വീടുമായി അടുപ്പിക്കാനുള്ള ഏക കണ്ണി. അതിനപ്പുറം ഒന്നുമില്ല. ഒന്നും. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഇതിനൊക്കെ കാരണക്കാരി ഇവിടെ ഒരുത്തിയ. മനക്കോട്ടകളൊക്കെ തകർന്നു പോകുന്ന കണ്ടപ്പം ചേച്ചിക്ക് പ്രയാസം തോന്നുന്നുണ്ടല്ലേ? വക്കീലേ, ഇവളെ പിടിച്ചാത്താക്ക. ഇല്ല, ഒരു വക്കീലിന് ഇവിടെ തൊടാൻ പറ്റില്ല. ഞാൻ ഇവളെ കൊണ്ടുപോകും. ആളെ വിട്ട് തല്ലിച്ചും പിന്നെയും നടിച്ച് വീഴ്ത്തിയുമുള്ള പാരമ്പര്യം നിങ്ങൾക്കുണ്ടെന്നറിയാം. എന്നോടത് വേണ്ട. വരൂ. അശോക, എടാ, നീ ഇപ്പൊ പറഞ്ഞതൊക്കെ നിന്നെ കുറിച്ച് മാത്രമായിരുന്നു. കല്യാണപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഈ കുട്ടിയെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോണമെന്ന് കൂടി നീ പറ. നിനക്ക് എന്നെക്കാളും ഈ കൂടപ്പിറപ്പിനേക്കാളും വലുതാണല്ലേ ഇന്നലെ കണ്ട ഈ വേലക്കാരി പെണ്ണ്. നീ പണിയെടുത്തും കഷ്ടപ്പെട്ടും ഞങ്ങൾക്ക് ചെലവിന് തരുന്നില്ല. ഇവിടെ വീട്ടുജോലി ചെയ്ത് കഴിയാനുള്ള അവസരം പോലും നീ നശിപ്പിച്ചല്ലോടാ മോനെ.
என்ன இது இப்படி போட சொன்னேன்? போடி போடி. മോളെ, മോളൊന്നും വിചാരിക്കരുത്. അവന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാ. അവന് വേണ്ടി അമ്മ മോടെ കാല് പിടിച്ച് മാപ്പ് പറയാം. വേണ്ട, എനിക്ക് നിങ്ങളെ കാണണ്ട. ആരെവരിങ്ങോട്ട് കടത്തിവിട്ടത്? അച്ഛന്റെ പെങ്ങളും ബന്ധുക്കളും വരുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷേ അത് ഇത്ര സംസ്കാരമില്ലാത്തവരാണെന്ന് ഞാൻ കരുതിയില്ല. എന്നോട് തട്ടിക്കയറാൻ കാണിച്ച ചൊണയും വാശിയും ഇറങ്ങിപ്പോവാൻ കൂടി കാണിക്കാൻ മോനോട് പറ. മോളെ, അവൻ അവന്റെ കാര്യം മാത്രാ പറഞ്ഞത്. ഞാനും എന്റെ മോളും അകത്തെ ജോലികളൊക്കെ ചെയ്ത് ഇവിടെ കഴിഞ്ഞോളാം. അയ്യോ, அதுக்கு നിങ്ങളുടെ അഭിമാനിയായ മകൻ സമ്മതിക്കുമോ? വേണ്ട വേണ്ട വേണ്ട, அதுக்கும் சேர்த்து എൻ പൊണ്ണ് തിട്ടു വാങ്ങണമാ. നാളെ കാലയിലെ എല്ലാരും ഇവിടുന്ന് പൊയ്ക്കോണം. മോള് ഞങ്ങളെ ഇറക്കി വിടരുത്. ഇത് വലിയ ശല്യമായല്ലോ. മുത്തശ്ശി, ഇവിടെ ഇറങ്ങി പോവാൻ പറ. വേണ്ട, ഇറങ്ങി പോകാൻ വേണ്ടി തന്നെ ഞങ്ങൾ വന്നത്. ജീവിതകാലം മുഴുവൻ നിന്റെ വാലുകളുടെയും ആട്ടുംതുപ്പും കേട്ട് സഹിച്ച് ഞങ്ങൾ ഇവിടെ കഴിയുമെന്ന് കരുതിയോ? ഈ പ്രായമായ തള്ളവന്ന് നിന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടും നിനക്കൊന്ന് മര്യാദയ്ക്ക് സംസാരിക്കാറില്ല പിശാചെ. ഏത് മണി കെട്ടിയ മഹാറാണിയായിരുന്നാൽ എന്താ? ഇല്ലെങ്കിലോ ആ ഒലത്തും. ഇത്രയും കാലം ആന പിണ്ടത്തിനെ ഒക്കെ പേടിച്ചു. പോണതിന് മുമ്പ് തന്നോട് ഈ തള്ള പിശാചിനോടും 2 വാക്ക് പറയാൻ അവസരം കാത്തിരിക്കായിരുന്നു ഞാൻ. അനാവശ്യമാ പേശിനെ അടിച്ചുനെ കൊന്നില്ലേ? അലറാതല്ലേ, ഈ വടിയോടിച്ച് ഉൾപ്പെടെ അങ്ങ് അടുപ്പി വെക്കും പറഞ്ഞേക്കാം. താൻ ആരോടാ സംസാരിക്കുന്നറിയാവോ? അറിയാം. 4 നേരം ഈ തള്ളയ്ക്കും മോക്കും സേവ ചെയ്ത് കിടക്കുന്ന തന്നെ പോലുള്ളവർ ഇവരെ പേടിക്കണം. എനിക്കതിന്റെ ആവശ്യമില്ല. ഈ കൗണ്ടറിലൂടെ കാറ്റ് പോയിട്ട് ഇതെല്ലാം അടിച്ചു മാറ്റാനല്ലോ താനിങ്ങനെ മിണുമിണാന്ന് മണപ്പിച്ച് ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. ഞങ്ങളുടെ ചെക്കന് നാട്ടിൽ പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല. താൻ അവിടെ ഒന്ന് കൈയും കാലും പിടിച്ച് കരഞ്ഞു പറഞ്ഞപ്പോ ദേതോ നീ വന്നു പോയതാ. അല്ലാതെ താൻ എന്ത് വിചാരിച്ചോടോ ചൂലേ? ഇനി ഇതിനെ കെട്ടിക്കാൻ താൻ വല്ല ഗുസ്തിക്കാരനെ കണ്ടുപിടി. വാമേ മാറുന്നല്ലേ. എന്താ മനുഷ്യൻ നിങ്ങൾ കാണിച്ചത്? മിണ്ടിപ്പോരും. ഇത്രയും നാളും നിന്റെ തലയണ മന്ത്രം കേട്ടും പെൺബുദ്ധിക്കൊപ്പം തുള്ളിയും ഞാൻ ഈ ഗതിയിലായി. ഇനി അത് വേണ്ട. അശോക, എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ ആ തള്ളയുടെ മോടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. നമുക്ക് ഉടനെ ഇറങ്ങാം. നമ്മൾ എങ്ങോട്ട് പോകും മോനെ? അമ്മേ, ഇങ്ങനെ ഒരു കല്യാണവും പെണ്ണും ഒക്കെ കണ്ടുകൊണ്ടാണോ ദൈവം നമ്മളെ ഭൂമിയിലോട്ട് വിട്ടത്? ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടം. അമ്മേ, എന്റെ അപ്പന് സർക്കാരിൽ നിന്ന് പതിച്ചു കിട്ടിയ ലക്ഷം വീട്ടിൽ ഇപ്പൊ എന്റെ അമ്മച്ചിയും ഭർത്താവ് മരിച്ചു വെക്കുന്ന പെങ്ങളും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ മാനക്കേടൊന്നും ഇല്ലെങ്കിൽ ഇറയത്തൊരു ചായ്പും കെട്ടി നമുക്ക് അവിടെ കൂടാം. അശോക, അവിടുത്തെ തമ്പുരാനും തമ്പുരാട്ടിയും ഒക്കെ നമ്മൾ തന്നെ. ലാലിച്ച, ഞാനുണ്ട് നിന്റെ കൂടെ. സ്വന്തം ഒന്ന് പറയാൻ ഒന്നുമില്ല. 5 കാശിന് ഗതിയില്ല. തറവാടിയായി പോയില്ലേ. പണിയെടുത്ത് ശീലമില്ല, അറിയയില്ല. ഭാരമാവും തനിക്കെന്തറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ വരിക. വേറെ ഒരു വഴിയില്ല. അഞ്ഞിട്ടാ ചേട്ടാ, ആഗ്രഹങ്ങളൊന്നും നടന്നില്ലെന്ന് കരുതി ആരും എന്നെ ശപിക്കരുത്. എന്റെ ദൈവമേ. അമ്മേ, എനിക്ക് നിന്റെ മനസ്സ് കാണാൻ കഴിയുമളിയ. നമ്മുടെ കഷ്ടപ്പാടുകൾ സഹിക്കാൻ ആ കുട്ടി തയ്യാറാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ആരെതിർത്താലും നമ്മൾ അവളെ കൊണ്ടുപോകും. ശ്രീദേവി, ശ്രീദേവി, എന്താ? അശോകൻ തന്നതാ. ശ്രീദേവിക്ക് നാളെ കാലത്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു. സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാത്ത ഞാനും കുടുംബവും. എന്റെ ഒപ്പം നീയും ഉണ്ടാവണം. പലതും സഹിക്കേണ്ടി വരുമെന്നറിയാം. പക്ഷെ ഇവിടെ അനുഭവിച്ചതുപോലെ ഉണ്ടാവില്ല. കാലത്ത് അമ്പലപ്പടിക്കൽ കാത്തു നിൽക്കും. നീ വരണം. വരുമെന്ന് കരുതുന്നു. അശോകൻ. ആറര മണിക്കൊരു വണ്ടിയുണ്ട്. എടുക്കാനുള്ളൊക്കെ എടുത്തില്ലേ? എന്നാ പുറപ്പെടാം. അല്ല,
പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ആ ആ കുട്ടിയോട് ഒന്ന് യാത്ര പറയണ്ടേ? ഒന്നുമില്ലെങ്കിലും എല്ലാവരും പരസ്പരം കുറെയൊക്കെ ആഗ്രഹിച്ചതല്ലേ? ഇന്നലെ ആട്ടി ഇറക്കിയവരോട് എന്തിനാ ഒരു യാത്ര പറച്ചില്? അതൊക്കെ നേരത്തെ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു. ഇത്രയൊക്കെ ആയെന്ന് കരുതി ആങ്ങളുടെ മകളല്ലാതാകുന്നില്ലല്ലോ. ഒന്ന് കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകുന്നതല്ലേ അതിന് ശരി. വരൂ മക്കളെ, നമുക്ക് മോളെ ഒന്ന് കണ്ടിട്ട് പോവാം. അമ്മേ, സംശയിക്കണ്ട, ഇത് തന്നെയാണ് കൗണ്ടർ നായരുടെ മകൾ രാജവല്ലി. ജ്ഞാനശീലം കുരുക്കൽ അന്നൊരിക്കൽ എന്നോട് ചോദിച്ചില്ലേ ഞാനെന്താ കല്യാണം കഴിക്കാത്തതെന്ന്? എന്നാ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഒരു മകളും ഉണ്ട്. അതാണ് ഈ അനുപമ. എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വക്കീലേ, ഇനിമേൽ അവങ്ങളെ പോട്ട് കുഴപ്പാമേ വിഷയത്തെ ചൊല്ലുങ്ക. ഇനി എന്താ മനസ്സിലാക്കാനുള്ളത്? ഇന്നലെ വരെ ഈ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന ഈ ശ്രീദേവിയാണ് ഇക്കണ്ട സ്വത്തുക്കൾക്കൊക്കെ അവകാശിയായ സാക്ഷാൽ രാജവല്ലി. நான் ராஜவலி கொண்டு தான் வருவேன். இப்படா மானே, எங்க இருந்தாலும் தூக்கிட்டு வா. இவள நான் பாத்துக்கறேன். சொல்றத கேளுங்க. வேணுங்க. ஓடி உள்ள வா. കൊച്ചുമോളുടെ ഭർത്താവാകാൻ വരുന്നവന് സ്വത്താണോ വലുത്, യഥാർത്ഥ സ്നേഹമാണോ വലുത് എന്ന് തിരിച്ചറിയാൻ മുത്തശ്ശിയുടെ ബുദ്ധിയിൽ ഉദിച്ച ഒരു നാടകമായിരുന്നു ഇത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ എവിടെയാ നിർത്തണ്ടെന്നറിയാതെ ഞങ്ങൾ വിഷമിക്കുകയായിരുന്നു. നിങ്ങളെയൊക്കെ കുറച്ച് വേദനിപ്പിക്കേണ്ടി വന്നു. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയായിരുന്നു എന്ന് കരുതി എന്നോട് പൊറുക്കണം. ആ അമ്പലപ്പടിക്കൽ ഒരാൾ തന്നെയും കാത്ത് നിൽക്കുന്ന കാര്യം മറക്കണ്ട. വേണ്ടല്ലോ. രാജവല്ലി, അത് ശരി. കൂട്ടിനാളെ കിട്ടിയപ്പോ കൂടെ വന്ന എന്നെ രാജവല്ലി മറന്നു അല്ലേ?
രാജവല്ലി ഞാൻ അനുപമ. ഏതായാലും ഒളിച്ചോടാൻ കാണിച്ച ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. എന്താ സാറേ നാട്ടുക്ക് പുറപ്പെട്ടാച്ചാ? പെട്ടെന്ന് പുറപ്പെട്, ട്രെയിൻ മിസ്സായിടും. നീ വാ രാജവല്ലി. പൂച്ച மாதிரி இருந்துகிட்டு ஆனைக்கு அலுவா கொடுக்குறியா? அலுவா பிடிச்சு கட்டிக்கிட அவனை.
நீ ஏண்டா கஷ்டப்படுற? தாலி கட்டி முடிச்சதும் ஃபர்ஸ்ட் நைட் வேற இருக்குது, உடம்ப அழட்டிக்காத. டேய், முகூர்த்த நேரம் முடிகிற வரைக்கும் அந்த மூலையை இழுத்து கட்டுங்களா. நீ வேற சொல்லு. ஐயரே, நான் ரொம்ப கடவுள் பக்தி உள்ளவன், அதனாலதான் பொண்ணு மாப்பிள்ளை இங்க கூட்டு வந்திருக்கிறேன். டேய், தாலிய கட்டுறா. பூபதி, இந்த முத்தச்சி கண்ணு முன்னாலேயே கல்யாணம் நடக்கும்னு சொன்னேன். நீ சொன்ன மாதிரியே நடக்க போகுது. ஆனா நீ நினைச்ச மாதிரி இல்ல. ஏன் தெரியுமா? இந்த முத்தச்சி உண்மையான கடவுள் பக்தி உள்ளவன். அசோகா, கட்டுடா தாலிய. അങ്ങനെ ഒരുത്തന്റെ ഓസ് താലി വാങ്ങിച്ച് കെട്ടേണ്ട ഗതികേട് എന്റെ അളിയന് വന്നിട്ടില്ല. മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ ഇത് നമുക്ക് നമ്മുടെ ആചാരപ്രകാരം നടത്തണം. താലിങ്ക കൗണ്ടറേ, നിങ്ങളുടെ മോന് പറ്റിയ ഒരു ഇടന്നൊക്കെ എളുപ്പം കല്യാണം നടത്തണം. ഇല്ലെങ്കിൽ താലിയും പൊക്കി പിടിച്ച് ഇനിയും പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കേണ്ടി വരും. புரியலையா? உங்க பையனுக்கு நல்ல ஒரு இடம் பார்த்து கல்யாணம் செய்து தொலையுங்க. അളിയാ, ഇതാ താലി കെട്ട്. കെട്ടളിയാ. മതി മതി, ഫ്ലൈറ്റിന് സമയമായി, വേവാട്ടെ. അമ്മാവുക്ക് നമ്മ എല്ലാം വിട്ട് പോറേക്കേ മനസ്സ് വരില്ല. കഥയിലെ കത്തി വേഷക്കാരിയായ കഥാപാത്രം രംഗം വിടുന്നു. ഈ ഒഴിവുകാലം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. കാലം ഒത്തിരി കഴിഞ്ഞ് കുട്ടികളും അവരുടെ കുട്ടികളൊക്കെ ആവുമ്പോ മടിയിലിരുത്തി പറഞ്ഞു കൊടുക്കണം കള്ള രാജകുമാരിയുടെ വേഷം കിട്ടിയ ഈ ആന്റിയുടെ കഥ. നീ അവധി കിട്ടുമ്പോഴൊക്കെ വരണം. വക്കീലേ, കുഴന്തയെ കൊണ്ടുപോയി அவங்க അമ്മ കിட்ட വിട്ടിട്ട് സീക്കിരമാ വരില്ലേ? അയ്യോ, മുത്തശ്ശിക്ക് ഇപ്പൊ എല്ലാരും ആയില്ലേ. ഞാൻ കുറച്ചു നാൾ കുടുംബത്തോടൊപ്പം താമസിച്ച് അമേരിക്കയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടിട്ട് വരാം. അടുത്ത തവണ വരുമ്പോത് കൂട്ടിനൊരാളും കൂടി വേണം. മുത്തശ്ശി പറഞ്ഞ ശരിയാ. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോ സ്വന്തം കാര്യം മറക്കണ്ട. ഇനിയിപ്പോ ഒരാളെ തിരഞ്ഞെടുക്കാൻ നാടകം കളി വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അതിലെ കഥാപാത്രങ്ങളാവാം. അത് ശരിയാ. നീ വന്നേ. മല്ലന്റെ കാലിൽ കല്ലിട്ട കാര്യം ഞാൻ പറയട്ടെ. എന്താ ഒരു രഹസ്യം? അമേരിക്കയിലേക്ക് ഞങ്ങൾ അളിയന്മാരും കൂടി വരണമെന്ന് പറഞ്ഞതാ.